തിരുവനന്തപുരം ഒറ്റശേഖരമംഗലം പഞ്ചായത്തിൽ പകുതി വില തട്ടിപ്പിൽ കുടുങ്ങിയത് 100-ലേറെ പേരാണ്. ആര്യൻകോട്, നെയ്യാർ ഡാം, കാട്ടാക്കട പോലീസ് സ്റ്റേഷനുകളിലൊക്കെ ഒരുപാട് പരാതികളെത്തി. സർദാർ വല്ലഭായ് പട്ടേൽ വനിതാ സ്വയം സഹായ സംഘത്തിന്റെ പേരിലാണ് തട്ടിപ്പ് സംഘം വന്നത്. ഞങ്ങളെ മലയോര പ്രദേശമാണ്. അപ്പോൾ ആരും ആശ്രയിക്കാതെ പോവാമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എല്ലാവർക്കും വന്നത്. അങ്ങനെയാണ് പണയം വെച്ചും പലിശക്കെടുത്തും ലോൺ എടുത്തും ഇങ്ങനെയൊക്കെയാണ് ഈ വണ്ടിക്ക് കൊണ്ടുവന്ന് അടച്ചത്. മോളെ വള വാങ്ങിച്ചാണ് പണയം വെച്ച് അടച്ചത്. ഇങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ച് അടച്ച്. ആര്യങ്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് പതിവില്ലാതെ ഒരു കൂട്ടം സ്ത്രീകൾ പരാതിയുമായെത്തി. ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്നവരായിരുന്നു എല്ലാവരും. പകുതി വില തട്ടിപ്പായിരുന്നു സംഭവം. തട്ടിപ്പ് സംസ്ഥാന വ്യാപകമാണെന്ന് മനസ്സിലായതോടെ പോലീസ് സ്റ്റേഷനുകൾ പരാതികൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. 10-20 പേര് വന്നായിരുന്നു രാവിലെ. അപ്പോൾ അവരുടെ എല്ലാം പരാതി നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. SP-യോടും മറ്റൊക്കെ ചോദിച്ചിട്ട് അവരുടെയും കൂടി ഒരു ഇൻസ്ട്രക്ഷൻസിന്റെ കാര്യത്തിൽ നമ്മൾ പിന്നെ തുടർ നടപടി സ്വീകരിക്കുന്നതായിരിക്കും. പകുതി വിലയെന്ന് കേട്ട് സംശയിച്ചവർ പോലും വിശ്വസിച്ചുപോയി. വിശ്വസിക്കാൻ കാര്യം പിന്നെ വന്നത് ഞങ്ങളുടെ വാർഡിൽ തന്നെ 9 പേർക്ക് ആക്റ്റീവ് കൊടുത്തു. ഒറ്റശേഖരമംഗലം പഞ്ചായത്തിൽ മാത്രം 108 പേർ പണമടച്ച് കാത്തിരിക്കുന്നു. ഈ പ്രൊമോട്ടർമാർ പറയും ഞങ്ങൾ പോയിട്ടുണ്ട്, ഞങ്ങൾ അവിടെ കമ്മിറ്റി നടന്ന് ഇന്ന ദിവസം നിങ്ങൾക്ക് വണ്ടി കിട്ടും, അതായി ഇതായി എന്നുകൊണ്ട് എല്ലാം പറയുമായിരുന്നു. അപ്പോഴും നമ്മൾ അതിലങ്ങ് വിശ്വസിച്ച് അവസാനം പറഞ്ഞു ഈ ഡിസംബർ 30-ാം തീയതിക്കകത്ത് നിങ്ങൾക്ക് തയ്യൽ മെഷീൻ എന്തായാലും കിട്ടും, അത് ഫിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഇതുവരെയും ഫിറ്റിംഗ് ആയില്ലെന്ന് ചോദിച്ചു. ആര്യങ്കോട് പഞ്ചായത്തിലുമുണ്ട് പണം നൽകിയവർ. വക്കീലിന് ഫീസ് എന്നൊക്കെ പറഞ്ഞ്, രജിസ്ട്രേഷൻ ഫീസ് എന്നൊക്കെ പറഞ്ഞ് 500 രൂപ വാങ്ങുകയും പിന്നെ നമ്മുടെ ഡോക്യുമെന്റ്സ് വെരിഫിക്കേഷൻ ചെയ്യുകയും എല്ലാം കഴിഞ്ഞ് അനന്തു കൃഷ്ണൻ എന്ന് പറയുന്ന ആളിൻ്റെ ഒപ്പിട്ട് വാങ്ങിച്ച പ്രോമിസറി നോട്ടൊക്കെ തരുകയും അതൊക്കെ ചെയ്തതിൻ്റെ പേരിൽ ഞങ്ങൾ വിശ്വസിച്ചു. തട്ടിപ്പിന് ഇരയായവരുടെ കൂട്ടത്തിൽ ആര്യങ്കോട് സ്റ്റേഷനിലെ ഒരു പോലീസുകാരന്റെ ഭാര്യയും ഉൾപ്പെട്ടിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.